ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നെറ്റ്വർക്ക് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള രണ്ട് മെത്തേഡ്സാണ് നോഡൽ അനാലിസിസും അതുപോലെ തന്നെ മെഷ് അനാലിസിസും എന്ന് പറയുന്നത്. അതിൽ നോഡൽ അനാലിസിസ് എന്ന് പറയുന്നത് കിർച്ചോഫിൻ്റെ ഫസ്റ്റ് ലോ ആയിട്ടുള്ള കിർച്ചോഫ് കറണ്ട് ലോ വെച്ചിട്ടും, മെഷ് അനാലിസിസ് കിർച്ചോഫിൻ്റെ സെക്കൻഡ് ലോ ആയിട്ടുള്ള വോൾട്ടേജ് ലോ വെച്ചിട്ടുമാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കിർച്ചോഫിൻ്റെ കറണ്ട് ലോ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു നോഡൽ അനാലിസിസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ നോഡൽ അനാലിസിസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സർക്യൂട്ടിൽ ഇപ്പോൾ നമുക്ക് 3 റെസിസ്റ്റേഴ്സ് കാണാൻ പറ്റും. ആ റെസിസ്റ്റർ കണക്റ്റഡ് ആയിട്ടുള്ളത് ഒരു കറണ്ട് സോഴ്സിലേക്കാണ്. നമുക്ക് 2 ടൈപ്പിലുള്ള സോഴ്സസ് ആണ് ഉള്ളത്. ഒന്ന് കറണ്ട് സോഴ്സും രണ്ടാമത്തേത് വോൾട്ടേജ് സോഴ്സുമാണ്. രണ്ടും കൂടി നമുക്കൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോഡൽ അനാലിസിസ് തന്നെ കറണ്ട് സോഴ്സ് വെച്ചിട്ടുള്ളതാണ് നോക്കുന്നത്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നോഡൽ അനാലിസിസ് വിത്ത് വോൾട്ടേജ് സോഴ്സ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സോ വീഡിയോയിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സർക്യൂട്ട് ജസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഒരു 2 ഓം, ഒരു 4 ഓം, ഒരു 12 ഓം. അത് 2 കറണ്ട് സോഴ്സിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു 3 ആംപിയർ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു 7 ആംപിയർ ഉണ്ട്. ഇതിൽ നോർമലി നമ്മൾ ഇത്തരത്തിൽ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെങ്കിൽ റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് ഓംസ് ലോ യൂസ് ചെയ്യാറുണ്ട്. ബേസിക് ആയിട്ടുള്ള ലോ ആണ് ഓംസ് ലോ എന്ന് പറയുന്നത്. ഓംസ് ലോ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ നമുക്ക് ഓംസ് ലോ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണെന്നൊന്നും നമുക്ക് തന്നിട്ടില്ല. സോ അതുകൊണ്ട് നമുക്കിവിടെ ഓംസ് ലോ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരമായിട്ടാണ് നമ്മൾ മെഷ് അനാലിസിസ് അല്ലെങ്കിൽ നോഡൽ അനാലിസിസ് ചെയ്യുന്നത്. ഈ ഒരു സർക്യൂട്ട് നമുക്ക് ബോത്ത് മെഷും നോഡലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നോഡൽ അനാലിസിസ് ആയിരിക്കുള്ളൂ. ഇനി നോഡൽ അനാലിസിസ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കിർച്ചോഫിൻ്റെ ഫസ്റ്റ് ലോ KCL വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത്. KCL നമുക്കറിയാം, ദ ഓൾജിബ്രായിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു 0. അതായത് ഒരു ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന കറണ്ട്സിൻ്റെ ഓൾജിബ്രായിക് സം എന്ന് പറയുന്നത് 0 ആയിക്കോളൂ. ആ ഒരു ബേസിക് ആയിട്ടുള്ള ലോയും അതുപോലെ തന്നെ ഓംസ് ലോയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സർക്യൂട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിനകത്തുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സർക്യൂട്ടിൽ വരുന്ന നോഡൽ അനാലിസിസ് ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് വരുന്ന നോഡ്സ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിനകത്ത് നമുക്ക് 3 നോഡ്സാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് നോഡ് എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു കറണ്ടിൻ്റെ ബ്രാഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 ഓം റെസിസ്റ്റർ കണക്റ്റ് ആയിട്ടുണ്ട്, 2 ഓം റെസിസ്റ്റർ കണക്റ്റ് ആയിട്ടുണ്ട്. സോ ഇതൊരു നോഡാണ്. അതുപോലെ തന്നെ ഈ ഒരു പോയിൻ്റ് ഇതൊരു നോഡാണ്. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഒരു നോഡാണ്. സോ ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ 3 നോഡ്സാണ് ഈ ഒരു സർക്യൂട്ടിലുള്ളത്. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ളതിൽ ഏതെങ്കിലും ഒരു നോഡ് നമ്മളെപ്പോഴും റെഫറൻസ് നോഡായിട്ട് സെറ്റ് ചെയ്യാം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇവിടെ 3 നോഡ്സ് ഉണ്ട്. അതിൽ ഈ ഒരു അടിയിൽ വരുന്ന ഈ ഒരു നോഡിന് നമ്മൾ റെഫറൻസ് നോഡായിട്ട് സെറ്റ് ചെയ്യുന്നു. സോ റെഫറൻസ് നോഡ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കുള്ളത് 2 നോഡ്സാണ്. ഈ ഒരു 2 നോഡ്സിലും നമ്മൾ അതിലേക്ക് വരുന്ന കറണ്ടിനെ 0 ആയിട്ട് അസ്യൂം ചെയ്തിട്ട് ഇതിലുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കുന്നതാണ് ആ ഒരു നോഡൽ അനാലിസിസ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബാക്കിയുള്ള നോൺ റെഫറൻസ് ആയിട്ടുള്ള 2 നോഡ്സ് ഉണ്ട്. ഈ 2 നോഡ്സിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് V1 എന്നും അതുപോലെ V2 എന്നും മാർക്ക് ചെയ്യാം. സോ നമുക്ക് ഇവിടെ ഒരു നോഡ് V1 ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പുറത്തൊരു നോഡ് V2 ഉണ്ട്. മൂന്നാമത്തെ നോഡ് നമ്മൾ റെഫറൻസ് നോഡായിട്ട് എടുത്തു. ഇനി ഈ ഒരു നോഡ് 1 നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന കറണ്ട് ഫ്ലോസ് വരുന്നത് ഫസ്റ്റ് കറണ്ട് ഈ ഒരു ഇൻകമിങ് കറണ്ടാണ്. ഇത് 3 ആംപിയർ ഇതിൻ്റെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ടുവേർഡ്സ് ദ ജംഗ്ഷനാണ്. സോ അതുകൊണ്ട് നമ്മൾ ആ ഒരു കറണ്ടിനെ സെപ്പറേറ്റ് ആയിട്ട് മാർക്കൊന്നും ചെയ്യുന്നില്ല. ആ ഒരു 3 ആംപിയർ കറണ്ട് ഈ ഒരു ജംഗ്ഷനിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു 3 ആംപിയർ കറണ്ട് വരുന്നത് ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു കറണ്ട് വരുന്നുണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കറണ്ട് സ്പ്ലിറ്റ് ആയിട്ട് ഈ 4 ഓംസിനും അതുപോലെ ഈ 2 ഓംസ് റെസിസ്റ്ററിനും അക്രോസ് ആയിട്ട് പോകുന്നുണ്ടാകും. അപ്പോൾ ഇവിടെ നിന്ന് പ്രത്യേക ഡയറക്ഷൻ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് നമ്മളിതിനെ അവേ ഫ്രം ദ ജംഗ്ഷൻ എടുക്കുന്നു. അതിൽ ഫസ്റ്റ് ബ്രാഞ്ചിലൂടെയുള്ള കറണ്ടിനെ നമ്മൾ I1 എന്നും അതുപോലെ തന്നെ സെക്കൻഡ് ബ്രാഞ്ചിലൂടെയുള്ള കറണ്ടിനെ നമ്മൾ I2 എന്നും മാർക്ക് ചെയ്യുന്നു. ഇനി ഇപ്പോൾ ഫസ്റ്റ് ആ ഒരു നോഡിലുള്ള കറണ്ട്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ നോഡ് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ നോഡിൽ നമ്മൾ നേരത്തെ 3 ആംപിയർ പറഞ്ഞ പോലെ ഇവിടെ ഒരു 7 ആംപിയറിൻ്റെ കറണ്ട് സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 7 ആംപിയർ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ബ്രാഞ്ചിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് ടുവേർഡ്സ് ജംഗ്ഷൻ ആയിരിക്കുള്ളൂ. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7 ആംപിയർ ആയിരിക്കുള്ളൂ. ഇനി
സെക്കൻഡ് നമുക്ക് ഈ ഒരു ബ്രാഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആ ഒരു കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് 3 ആംപിയർ. അത് ഈ ഒരു രീതിയിലായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. സോ ഇവിടുത്തെ ഇതും എവേ ഫ്രം ദ ജംഗ്ഷനാണ് 3 ആംപിയർ. ഈ ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് സെയിം ബ്രാഞ്ചാണ് ഫോർ ദിസ് നോഡ് ആൻഡ് ദിസ് നോഡ്. V1 V2 എന്ന് പറയുന്നതും കോമൺ ആയിട്ടുള്ള ബ്രാഞ്ചാണ് ഈ ഒരു 4 ohmsൻ്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത്. സോ ഈ ഒരു 4 ohmsലൂടെ കടന്നു പോകുന്ന കറണ്ടിനെയാണ് നമ്മൾ I1 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു കറണ്ട് തന്നെ ആയിരിക്കുള്ളൂ ഇവിടെയും വരുന്നത്. അതിനെ നമുക്ക് I1 എന്ന് മാർക്ക് ചെയ്യാം. I1ൻ്റെ വാല്യൂ നമുക്കറിയില്ല, പക്ഷേ സെയിം കറണ്ട് ആയതുകൊണ്ട് നമുക്ക് I1 എന്ന് തന്നെ മാർക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് കറണ്ട് ഉള്ളത്, അതും നമ്മൾ ഡയറക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എവേ ഫ്രം ദ ജംഗ്ഷനായിട്ട് എടുത്തു. അതിൻ്റെ വാല്യൂ നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ I1 നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്, I2 എടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ ഇതിനെ I3 ആയിട്ട് എടുക്കുന്നു. ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു V1ലും V2ലും നമ്മൾ ആ ഒരു കിർച്ചോഫിൻ്റെ കറണ്ട് ലോ KCL അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ അപ്ലൈയിങ് നോഡ് V1ൽ നമ്മൾ KCL അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ നോഡ് V1ൽ വരുന്ന കറണ്ടുകൾ 3 ആംപിയർ I1 I2 ആണ്. അതിൽ 3 ആംപിയർ ടുവേർഡ്സ് ദ ജംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ 3 ഈസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ടിൻ്റെ സം എന്ന് പറയുന്നത് ഓൾജിബ്രായിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോലെ തന്നെ സം ഓഫ് ഇൻകമിങ് കറണ്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട്. അത്തരത്തിലും കൂടി KCLനൊരു ഡെഫിനിഷൻ ഉണ്ട്. ഇവിടെ വരുന്ന സം ഓഫ് ഇൻകമിങ് കറണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ഒരു ഇൻകമിങ് കറണ്ടേ ഉള്ളൂ, അത് 3 ആംപിയർ ആണ്. സോ 3 ആംപിയർ ഈസ് ഈക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട് എന്ന് പറയുന്നത് 2 ഔട്ട് ഗോയിങ് കറണ്ട് ഉണ്ട്, I1 I2 ആണത്. സോ അതിന് നമ്മൾ I1 പ്ലസ് I2 എന്ന് എടുത്തു. ഇനി ഈ ഒരു KCL നമ്മൾ സെക്കൻഡ് നോഡിൽ അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ അറ്റ് V2ൽ നമുക്ക് വരുന്നത് ഇൻകമിങ് കറണ്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഇൻകമിങ് കറണ്ട്സ് ഉണ്ട്. ഇവിടെയുള്ള 7 ആംപിയറിൻ്റെ സോഴ്സ് നേരെ ടുവേർഡ്സ് ദ ജംഗ്ഷനാണ്. അതുപോലെ തന്നെ ഈ ഒരു ബ്രാഞ്ചിലൂടെയുള്ള I1 ടുവേർഡ്സ് ദ ജംഗ്ഷനാണ്. സോ സം ഓഫ് ഇൻകമിങ് കറണ്ട്സ് ഇവിടെ വരുന്നത് 7 ആംപിയറും I1 ആയിരിക്കുള്ളൂ. I1 പ്ലസ് 7 ഈസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട് വരുന്നത് 3 ആംപിയറും I3യുമാണ്. സോ നമുക്ക് I1 പ്ലസ് 7 ഈസ് ഈക്വൽ ടു I3 പ്ലസ് 3 എന്ന് എഴുതാം. സം ഓഫ് ഇൻകമിങ് കറണ്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട്. അത് KCL വെച്ചിട്ടാണ് നമ്മൾ ഈ 2 നോഡിലും എഴുതിയിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു 2 ഇക്വേഷൻസിനെ നമുക്ക് ഇതിൽ നമുക്ക് 2ൻ്റെ വാല്യൂ അറിയില്ല, I1ൻ്റെ I2ൻ്റെ വാല്യൂ അറിയില്ല. ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ വാല്യൂ അറിയില്ല, I1ൻ്റെ I3യുടെയും വാല്യൂ അറിയില്ല. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 ഇക്വേഷൻസിനെ നമ്മൾ ഓംസ് ലോ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ I1നെ നമ്മൾ ഓംസ് ലോ വെച്ചിട്ട് മാറ്റും, അതുപോലെ തന്നെ I2നെയും I3നെയും നമ്മൾ ഓംസ് ലോയുടെ ആ ഒരു ഫോമിലേക്ക് മാറ്റും. ഓംസ് ലോയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് I1 ഇസ് ഈക്വൽ ടു, നമുക്ക് ഓംസ് ലോയിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ I ഇസ് ഈക്വൽ ടു V/R ആണ്. കറണ്ട് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്നാണ്. സോ I1 ഇസ് ഈക്വൽ ടു, I1 ഫ്ലോ ചെയ്യുന്നത് നമുക്കറിയാം V1ൽ നിന്നും V2ലേക്കാണ്. അതിനിടയ്ക്ക് വരുന്ന റെസിസ്റ്ററാണ് ഈ 4 ohms എന്ന് പറയുന്നത്. സോ V1ലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്തു, ഈ ഒരു റെസിസ്റ്ററിലൂടെ ഒരു ഡ്രോപ്പ് വന്നതിന് ശേഷം ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് V2 എന്ന് പറഞ്ഞ ഒരു വോൾട്ടേജ് ഉള്ളത്. സോ ഇതിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് V1 മൈനസ് V2 ആയിരിക്കുള്ളൂ. അപ്പോൾ V1 മൈനസ് V2 ഡിവൈഡഡ് ബൈ R എന്ന് പറയുന്നത് അതിൽ വരുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ohms ആണ്. സോ നമുക്ക് I1ൻ്റെ വാല്യൂ V1 മൈനസ് V2 ഡിവൈഡ് ബൈ 4 ohms എന്ന് എഴുതാം. ഇനി I2ൻ്റെ വാല്യൂ നമ്മൾ അതുപോലെ തന്നെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ I2 ഈസ് ഈക്വൽ ടു, I2 എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. ഇതിൻ്റെ കറണ്ട് ഫ്ലോ വരുന്നത് V1ൽ നിന്നും റെഫറൻസ് നോഡിലേക്കാണ്. റെഫറൻസ് നോഡിൻ്റെ പൊട്ടൻഷ്യൽ എപ്പോഴും 0 ആയിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. അതുകൊണ്ടാണ് അതിന് നമ്മൾ റെഫറൻസ് നോഡ് എന്ന് പറയുന്നത്. സോ ഇതിന് അക്രോസ് ആയിട്ടുള്ള ആ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് V1 മൈനസ് 0 ആയിരിക്കുള്ളൂ. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ohms ആണ്. സോ കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എഴുതുമ്പോഴത്തേക്കും V1 മൈനസ് 0 എന്ന് എഴുതാം. അതിൻ്റെ ആവശ്യമില്ല നമുക്ക്, അതുകൊണ്ട് നമ്മൾ V1 എന്ന് എഴുതുന്നു. V1 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 2. നെക്സ്റ്റ് പാരാമീറ്റർ നമുക്ക് I3 ആയിരുന്നു. I3 ഇസ് ഈക്വൽ ടു, I3 എന്ന് പറയുന്നത് ഈ V2 എന്ന് പറഞ്ഞ നോഡിൽ നിന്നും റെഫറൻസ് നോഡിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. സോ V2 മൈനസ് 0 ഡിവൈഡഡ് ബൈ 12 എന്ന് എഴുതാം. ഇപ്പോൾ V2 മൈനസ് 0 നമ്മൾ എഴുതുന്ന ആവശ്യമില്ല, V2 മൈനസ് 0 V2 തന്നെയാണ്. V2 ഡിവൈഡഡ് ബൈ 12 എന്ന് എഴുതാം. ഇപ്പോൾ നമുക്ക് 3 കറണ്ട്സിൻ്റെയും ടേം നമുക്ക് വോൾട്ടേജിൻ്റെയും റെസിസ്റ്റൻസിൻ്റെ, അതിൽ റെസിസ്റ്ററിൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. സോ വോൾട്ടേജിൻ്റെ ആ ഒരു വേരിയൻറ്റിൽ നമുക്ക് ഈ ഒരു ടേം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വാല്യൂസ് ഈ 2 ഇക്വേഷൻസിൽ അപ്ലൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ 3 ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് ഇക്വേഷൻസ് ബിക്കം 3 ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 എന്നാണ്. I1ൻ്റെ വാല്യൂ V1 മൈനസ് V2 ഡിവൈഡഡ് ബൈ 4 പ്ലസ് I2 പ്ലസ് I2ൻ്റെ വാല്യൂ വരുന്നത് V1 ബൈ 2 ആണ്. V1 ബൈ 2 എന്ന് എഴുതാം.
ഇക്വേഷൻ നമ്മൾ സിംപ്ലിഫൈ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിനോമിനേറ്റർ നമുക്ക് ഒഴിവാക്കണം. സോ നമ്മൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് 12 ഈസ് ഈക്വൽ ടു ഈ ഡിനോമിനേറ്റർ ക്യാൻസലായി പോകും. V1 മൈനസ് V2 പ്ലസ് 4 ഇൻറ്റു V1/2 എന്ന് പറയുമ്പോഴത്തേക്കും 2V1 ആവും. 2V1 നമ്മൾ ഒന്നും കൂടി സിംപ്ലിഫൈ ആണെന്നുണ്ടെങ്കിൽ 3V1, ഇവിടെ ഒരു 2V1, ഇവിടെ ഒരു 2V1 ഉണ്ട്, ഇവിടെ ഒരു 1V1 ഉണ്ട്. സോ ഈസ് ഈക്വൽ ടു 3V1 മൈനസ് V2 ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുന്നുണ്ട്. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കുന്നുണ്ട്. 3V1 മൈനസ് V2 ഈസ് ഈക്വൽ ടു 12. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു I1ൻ്റെയും I2ൻ്റെയും വാല്യൂ സെക്കൻഡ് ഇക്വേഷനിൽ രണ്ടാമത് നമ്മൾ എഴുതിയ ആ ഒരു നോഡ് V2ലുള്ള ഇക്വേഷൻസ് നമ്മൾ അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ ഉണ്ടായിരുന്നത് I1 പ്ലസ് 7 ഈസ് ഈക്വൽ ടു I3 പ്ലസ് 3. ഇതായിരുന്നു നമുക്ക് ഉണ്ടായിരുന്ന ഇക്വേഷൻ. ഇതിൽ നമുക്ക് I1ൻ്റെ വാല്യൂ I3യുടെ വാല്യൂ നമ്മൾ വോൾട്ടേജിൻ്റെ ടൈമിൽ ഓംസിൽ വെച്ചിട്ട് എഴുതിയെടുത്തിട്ടുണ്ട്. സോ I1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ V1 മൈനസ് V2 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 7 ഈസ് ഈക്വൽ ടു I3യുടെ വാല്യൂ വരുന്നത് V2 ഡിവൈഡഡ് ബൈ 12 പ്ലസ് എല്ലാടെയും പ്ലസ് 3 ആണ്. ഇതിന് നമ്മൾ സിംപ്ലിഫൈ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു 12 എന്ന് പറഞ്ഞ ഡിനോമിനേറ്ററാണ് നമുക്ക് ഒഴിവാക്കാനുള്ളത്. സോ 12 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ 12 ഇൻറ്റു ഈ ഒരു 4 ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ 3 വരും. 3V1 മൈനസ് 3V2 പ്ലസ് 12 ഇൻറ്റു 7 ചെയ്യുമ്പോഴത്തേക്കും 12 ഇൻറ്റു 7 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ 12ഉം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന 12ഉം ക്യാൻസൽ ആവും. സോ V2 പ്ലസ് 3 ഇൻറ്റു 12 എന്ന് പറയുമ്പോഴത്തേക്കും 36. ഇനി ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 36നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് എടുക്കാം. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 12 ഇൻറ്റു 7 84 ആണ്. സോ 84 മൈനസ് 36 എന്ന് പറയുമ്പോഴത്തേക്കും 48 വരും. 48 ഈസ് ഈക്വൽ ടു ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും 4V2 വരും. 4V2 മൈനസ് 48 ഈസ് ഈക്വൽ ടു 4V2 മൈനസ് 3V1 എന്നാണ് നമുക്ക് ഈ ഒരു ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു വാല്യൂ എന്ന് പറയുന്നത്, ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു V1ൻ്റെയും V2ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇക്വേഷൻ നമ്പർ 2 ഉണ്ട്, ഇക്വേഷൻ നമ്പർ 1 ഉണ്ട്. 1 ഉം 2 ഉം തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3V1 മൈനസ് V2 ഈസ് ഈക്വൽ ടു 12 ഉണ്ട്. അതുപോലെ തന്നെ ഈ ഇക്വേഷൻ നമ്മൾ V1നെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ മൈനസ് 4V1 പ്ലസ് 4V2 എന്ന് എഴുതാൻ പറ്റുമല്ലോ. സോ മൈനസ് 3V1 പ്ലസ് 4V2 ഈസ് ഈക്വൽ ടു 48. നമ്മൾ സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൈനസ് 3 പ്ലസ് 3 ക്യാൻസലായി പോകും. ഇത് തമ്മിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് 4ഉം മൈനസ് 1ഉം ആണ്. സോ നമുക്ക് പ്ലസ് 3 കിട്ടും. 3V2 ഈസ് ഈക്വൽ ടു 48ഉം 12ഉം കൂടി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 60. അപ്പോൾ ഇത് നമ്മൾ V2ൻ്റെ ആൻസർ കണ്ടുപിടിക്കുകയാണെങ്കിൽ V2 ഈസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 20. വിച്ച് ഈസ് ഈക്വൽ ടു V2 ഈസ് ഈക്വൽ ടു 20 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്കൻഡ് നോഡിൽ വരുന്ന വോൾട്ടേജ് ഈ ഒരു സെക്കൻഡ് നോഡിൽ വരുന്ന വോൾട്ടേജ് എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 20 വോൾട്ടാണ് ആ ഒരു രണ്ടാമത്തെ നോഡിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു V2ൻ്റെ വാല്യൂ നമുക്ക് ഈ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് V1ൻ്റെ വാല്യൂ കിട്ടും. നമുക്ക് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് 3V1 മൈനസ് V2 ഈസ് ഈക്വൽ ടു 12 എന്നാണ്. അതിൽ നമുക്ക് V2 ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3V1 മൈനസ് 20 ഈസ് ഈക്വൽ ടു 12 എന്ന് എഴുതാം. ഇനി 3V1ൻ്റെ വാല്യൂ 3V1 ഈസ് ഈക്വൽ ടു ഈ മൈനസ് 20 ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും പ്ലസ് 20 ആവും. 12 പ്ലസ് 20 വിച്ച് ഈസ് ഈക്വൽ ടു 32. അപ്പോൾ ഇതിൽ നമ്മൾ V1 കാണുകയാണെന്നുണ്ടെങ്കിൽ V1 ഈസ് ഈക്വൽ ടു 32 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോഴത്തേക്കും 10.66 എന്ന് വരും. 10.66 വോൾട്ടാണ് V1ലുള്ളത്. അപ്പോൾ V1ലുള്ളത് 10.66 വോൾട്ടാണ്. അതുപോലെ V2ലുള്ളത് 20 വോൾട്ടാണ്. ഇപ്പോൾ നമുക്ക് V1നും V2നും ഉള്ള വോൾട്ടേജ് എത്രയാണെന്നുള്ളത് നമുക്കറിയാം. ഇനി ഈ ഒരു വോൾട്ടേജിൻ്റെ വാല്യൂവിലുള്ള I1, I2, I3 നമ്മൾ ഓൾറെഡി ഓംസിലോ വെച്ചിട്ടും ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ നമുക്ക് I1 അതായത് ഈ ഒരു 4 ഓം റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് ഫ്ലോ ആണ് കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ കറണ്ട് ഏതാണെന്ന് നോക്കുക. I1 ആണ് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. സോ I1 കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. V1 മൈനസ് V2 ഡിവൈഡഡ് ബൈ 4 എന്നുള്ളത്. ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ
V1ൻ്റെ V2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് കിട്ടും. ഇനി വേറെ വരാവുന്നൊരു സംശയം എന്നുണ്ടെങ്കിൽ ഇവിടെ V1ൻ്റെ വാല്യൂ നമുക്ക് 10ഉം V2ൻ്റെ വാല്യൂ 20ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ആ ഒരു നെഗറ്റീവ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നതാണ്, അതായത് V1ൽ നിന്നും V2ലേക്ക് ഫ്ലോ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നെഗറ്റീവ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിലുള്ള അവിടുത്തെ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്തതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്നുള്ളതാണ്. ആ ഒരു ഓപ്പോസിഷനെയാണ് ആ ഒരു നെഗറ്റീവ് സിമ്പിൾ ഡിനോട്ട് ചെയ്യുന്നത്. കാരണം ഇവിടെ നമുക്ക് ഹയർ പൊട്ടൻഷ്യൽ വരുന്നത് V2ലാണ്, 20 വോൾട്ടും 10 വോൾട്ടുമാണ്. സോ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് അപ്പുറം ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്ക് ആയിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു കറണ്ട് ഫ്ലോ, നമ്മൾ അസ്യൂം ചെയ്ത ആ ഒരു കറണ്ട് ഫ്ലോ യഥാർത്ഥത്തിലുള്ള കറണ്ട് ഫ്ലോവിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ മൈനസ് വരുന്നത്. സോ ഇതാണ് ഒരു കറണ്ട് സോഴ്സ് വെച്ചിട്ട് കറണ്ട് സോഴ്സ് ഉള്ള ഒരു സർക്യൂട്ടിൻ്റെ നോഡൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് കറണ്ട് സോഴ്സിന് പകരം വോൾട്ടേജ് സോഴ്സ് വരുന്നുണ്ട്, സൂപ്പർ നോഡ്സ് വരുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു കറണ്ട് സോഴ്സ് വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വോൾട്ടേജ് സോഴ്സ് വരുമ്പോഴുള്ള ആ ഒരു സർക്യൂട്ട് അനാലിസിസ് നോഡൽ അനാലിസിസ് മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ ഈ നോഡൽ അനാലിസിസിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്ലസ് നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് സജഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.